ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ബട്ടർ ക്രീം ഉണ്ടാക്കണമെന്ന് നോക്കാം. ആം, ഇപ്പോൾ കേക്കിന് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ബട്ടർ ക്രീമാണ്. കാരണം നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഏറി ആയിരിക്കും, അതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ നല്ലതും തിക്കും ഫ്ലേവർ ഉള്ളതും ടേസ്റ്റിയുമായത് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് എപ്പോഴും. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ദാ അൺസോൾട്ടഡ് ബട്ടർ ആണ്. അൺസോൾട്ടഡ് ബട്ടർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന്റെ കൂടെ നമുക്ക് വേണ്ടത് അൺസോൾട്ടഡ് ബട്ടർ, അതിന്റെ കൂടെ പൂഡർ സുക്കർ എന്ന് പറഞ്ഞാൽ പൗഡേർഡ് ഷുഗർ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര നല്ലപോലെ പൊടിച്ച് പൗഡർ ആക്കിയതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നല്ല തരിയൊന്നും ഇല്ലാതെ നല്ല പൗഡർ ഷുഗർ ആയിരിക്കണം. നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും പൗഡർ ഷുഗറിന്. അപ്പൊ അത് പൗഡർ ഷുഗർ വാങ്ങിക്കാം. പിന്നെ നമുക്ക് വേണ്ടതാണ് വാനില എസൻസ്. വാനില എസൻസ് തരിയൊന്നും ഇല്ലാത്തത് വാങ്ങിക്കണം. നമ്മൾ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് പോലെ ഉള്ളത് കിട്ടും. അപ്പൊ അത്രയും തരിയുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങനെ കേക്കിൽ ഷേപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഡോട്ടുകൾ കാണാൻ പറ്റും. അപ്പം തരി ഇല്ലാത്തത് പോലത്തെ വാനില എസൻസ് വാങ്ങിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മിൽക്കാണ്. പാസ്ചറൈസ്ഡ് മിൽക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം 1 ടേബിൾ സ്പൂൺ മിൽക്ക്. അപ്പൊ നമുക്ക് ചെയ്യാം ഇനി. അപ്പൊ നമ്മൾ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ബട്ടർ എപ്പോഴും ഫ്രിഡ്ജിലാണല്ലോ വെക്കണേ. ആ ബട്ടർ എടുത്തിട്ട് ഒരു 1 അവർ നിങ്ങളുടെ ടെമ്പറേച്ചർ അനുസരിച്ച്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ അനുസരിച്ച് 1 അവറോ 2 അവറോ ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ബട്ടറിന്റെ ടെക്സ്ചർ നിങ്ങൾ നോക്കണം. ഇതാ കണ്ടോ, ഇപ്പൊ ഇതൊന്ന് ഞെക്കിയ, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത, ഇതാ കണ്ടോ, ഒരുപാട് മെൽറ്റ് ആയി പോകരുത്, എന്നാൽ ഹാർഡ് ആയിട്ടിരിക്കരുത്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യണം. കണ്ടോ, അപ്പൊ പ്രസ് ചെയ്യുമ്പോൾ അതേ നിങ്ങൾ ഇവിടെ നോക്ക്, കണ്ട, അത്രയും മതി. അല്ലാണ്ട് നമ്മൾ ഈ ബട്ടർ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മെൽറ്റ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കറക്റ്റ് കൺസിസ്റ്റൻസിയും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ബട്ടർ എടുത്തു. ഈ ബട്ടറിന്റെ ഒരു ലുക്ക് നിങ്ങൾ കണ്ട, ഇതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട, ഒരുപാട് അങ്ങ് പ്രസ്സായി പോകരുത്. കണ്ട, ഇങ്ങനെയേ ആകാൻ പാടുള്ളൂ. കണ്ട, മെൽറ്റായി അങ്ങ് ഒഴുകി പോണ പോലെ ആവരുത്. അപ്പൊ അതിന് നമ്മൾക്ക് ഒരു സ്റ്റീലിന്റെ ബൗൾ എടുക്കുക. സ്റ്റീലിന്റെയോ അല്ലെങ്കിൽ ഗ്ലാസിന്റെ ഒരു ബൗൾ എടുക്കുക. കുറച്ച് വലുപ്പമുള്ള ബൗൾ എടുക്കണം. കാരണം നമ്മൾ ഷുഗറും കൂടെ ഇട്ടിട്ട് അത് ബീറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി പുറത്തോട്ട് തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ബട്ടർ എടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ബട്ടർ എടുത്തു നമ്മൾ. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് പതുക്കെ ഒന്ന് പീസാക്കി കൊടുക്കാം കുറച്ച്, അല്ലെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും നമുക്കത് ബീറ്റ് ചെയ്യാൻ നേരത്ത്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പീസാക്കി കൊടുക്കുക. കണ്ട, അതിനുശേഷം നമ്മൾ ഹാൻഡ് ബീറ്റർ എടുത്തിട്ട്, ഇലക്ട്രിക് ബീറ്റർ ആണേ, ഹാൻഡ് ബീറ്റർ എടുത്തു. എന്നിട്ട് നമ്മൾക്കിത് ബീറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിനൊരു യെല്ലോ കളർ ഉണ്ടല്ലോ ബട്ടറിന്, അത് നല്ല പെയിൽ കളർ ആവണം. ലൈറ്റ് വൈറ്റോ ക്രീമി ആ ഒരു കളറും ആവണം, ടെക്സ്ചറും ആവണം. അതുവരെ നമ്മൾ ബീറ്റ് ചെയ്യണം കേട്ടോ. ഒരു 1 to 2 മിനിറ്റ് ബീറ്റ് ചെയ്യണം. നിങ്ങൾ കാണണ്ടോ, ഇതിന്റെ കളർ പതുക്കെ ലൈറ്റ് ആയി തുടങ്ങി. കണ്ട, ഇനി കുറച്ചു നേരം കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. അമേരിക്കൻ ബട്ടർ ക്രീം എന്ന് പറയും ഇതിന്. അപ്പൊ ഇത് ഭയങ്കര ഷുഗറി ആയിരിക്കും, ഷുഗർ കൂടുതൽ ഉണ്ടായിരിക്കും ഇതിൽ. അപ്പം കറക്റ്റ് കൺസിസ്റ്റൻസി വരണമെങ്കിൽ 250 ഗ്രാം ബട്ടർ ക്രീമിന് 250 ഗ്രാം തന്നെ പൗഡർ ഷുഗർ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് കറക്റ്റ് കൺസിസ്റ്റൻസി വരും. അല്ലെങ്കിൽ ഒരു 300 ഗ്രാം പൗഡർ ഷുഗർ ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര സ്വീറ്റ് ആയിരിക്കും, ഭയങ്കര മധുരമായിരിക്കും. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 50 ഗ്രാം ഷുഗർ കുറയ്ക്കും. അതായത് ഇപ്പൊ 250 ഗ്രാം ബട്ടറാണ് ഞാൻ എടുക്കണമെങ്കിൽ ഞാൻ 200 ഗ്രാം പൗഡർ ഷുഗറെ ആഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ച് മധുരം കുറവായിട്ട് നിൽക്കും. അപ്പൊ നമ്മൾ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോഴും അതിനും ഷുഗർ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഉണ്ടാക്കണ പോലെ കൂടുതൽ മധുരം ഇട്ടുണ്ടാക്കത്തില്ല. അപ്പം ഫുൾ ഒരു ഭയങ്കര എക്സ്ട്രീം ഷുഗറി കേക്കായി പോകും. ഇനി നിങ്ങൾക്ക് ഷുഗർ ഇഷ്ടമുള്ളതാണ് കാര്യമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം. അതായത് 250ക്ക് 250 തന്നെ ഷുഗർ ആഡ് ചെയ്യാം. അത് മതി. ഇനി അതിലും ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് അതിലും മധുരം ഇഷ്ടമുള്ളവർക്ക് അതിലും ആഡ് ചെയ്യാം. പക്ഷേ 250 ബട്ടറും പൗഡർ ഷുഗറും 250 എടുക്കുക. അതായത് ഒരേ എമൗണ്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു മധുരം കുറവ് നിന്നാൽ മതിയെങ്കിൽ ഒരു 50 ഗ്രാം കുറച്ച് പൗഡർ ഷുഗർ, എന്നാലും നല്ല മധുരമാണ്. ഇത് പക്ഷേ ഈസിയാണ് ഉണ്ടാക്കാൻ, അമേരിക്കൻ ബട്ടർ ക്രീം.
അതുകൊണ്ട് നമുക്ക് ഷുഗറും ബട്ടറും പിന്നെ ഈ വാനില എസൻസും ഒരു തുള്ളി മിൽക്ക്, അത് ശരിക്കും ആ കൺസിസ്റ്റൻസി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ഇത്രയും സാധനം മതി. ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ബട്ടർ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു ക്രീമി ടെക്സ്ചർ ആവണ വരെ, അതുപോലെ ഒരു ലൈറ്റ് വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു ക്രീമി കളർ അല്ലെങ്കിൽ ഒരു പെയിൽ കളർ ആവണം. കാരണം ബട്ടറിന് ഒരു യെല്ലോ കളർ ഉണ്ട്, ആ കളർ പോലെ ഇരിക്കരുത്. നല്ലപോലെ ബീറ്റ് ചെയ്ത് കണ്ട ഞാൻ അടിച്ചെടുത്തത് കണ്ടോ, ഒരു വൈറ്റ് കളറിൽ വന്നില്ലേ, കണ്ടോ അതിന്റെ ടെക്സ്ചർ കണ്ടോ ഇരിക്കണത്. അപ്പൊ ഇത് നല്ല നമുക്കിത് ഒരു മിനിറ്റ്, നമുക്കിത് ഇങ്ങനെ സ്പാറ്റില വെച്ച് എടുക്കുവാണെങ്കിൽ കണ്ടോ ഒരു ക്രീമി ആയിട്ട് കിട്ടും നമുക്ക്. ഇപ്പൊ ബട്ടർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ നമ്മൾ. ഇനി ഇതിനകത്തോട്ട് ഇത് കണ്ടോ ബട്ടറിന്റെ കളർ ഡിഫറൻസ് കണ്ടോ. ഇപ്പൊ ഈ സ്പാറ്റുലയിൽ ഉണ്ടായിരുന്ന ബട്ടറിന്റെ കളറാണ് ഇത്. ഈ കളർ ആയിരിക്കും ഒറിജിനൽ ബട്ടറിന്. അപ്പൊ നമ്മൾ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കുവാണെങ്കിൽ കണ്ടോ കളർ ഡിഫറൻസ് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവണേ. അപ്പൊ അങ്ങനെ ആക്കി എടുക്കണം നമ്മള്. ഓക്കെ, അപ്പം ഞാനിത് ഒന്നുകൂടെ ഇങ്ങനെ കൂട്ടി എടുത്തിട്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. സോറി, ബട്ടർ ആഡ് ചെയ്യാന്നാ ഞാൻ പറഞ്ഞു, ഷുഗർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഷുഗർ ആഡ് ചെയ്യാൻ പോവാ. ഞാൻ ഇതിനകത്തോട്ട് ഒരു 200 ഗ്രാം ഷുഗർ ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി പൗഡർ ഷുഗർ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു അരിപ്പ വെച്ച് കൊടുക്കുക, ഇങ്ങനെ ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, എല്ലാം കൂടെ ഒരുമിച്ചിടരുത്. അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് അരിച്ചിടണം. കാരണം ഈ പൗഡർ ഷുഗറിനകത്ത് കുറച്ച് തരികളൊക്കെ ഉണ്ടാവും. അപ്പൊ തരിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് യോജിക്കുകയില്ല ബട്ടറുമായിട്ട്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ തരിയെല്ലാം കളഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൗഡർ പോലെ ആക്കി തന്നെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കണ്ട, ഈ തരിയൊക്കെ നമുക്ക് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി അത് മാറ്റി വെച്ചിട്ട്, അപ്പൊ ഇത് കണ്ടോ, ഇപ്പൊ പൗഡർ ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒറ്റയടിക്ക് ഒന്ന് ബീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, ഈ പൗഡർ മുഴുവൻ തെറിച്ചിങ്ങ് പോരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പതുക്കെ അതുമായിട്ടൊന്ന് ഇങ്ങനെ കൂട്ടി എടുക്കുക. കണ്ടോ, ഒന്ന് ഓൺ ആക്കാതെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതുമായിട്ട് കൂട്ടിയെടുക്കുക. എന്നിട്ട് പതുക്കെ ഓൺ ആക്കുക. ഇനി നമുക്ക് അടുത്ത ബാച്ചായിട്ട് വീണ്ടും പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. അത് വീണ്ടും നമ്മൾ അതുമായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, നല്ലപോലെ തെറിക്കും ഇങ്ങനെ ചുറ്റും, അല്ലാതെ നമ്മൾ ഓണാക്കിയ. ഇപ്പൊ നമ്മൾ ശരിക്കും നമ്മളുടെ ഷുഗർ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ സൈഡിലുള്ളതൊക്കെ ഒന്നോടെ ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട്, കണ്ട ഫുൾ ഇങ്ങനെ സൈഡിലത്തെ എല്ലാം ഇങ്ങനെ വടിച്ചിങ്ങനെ ഇടുക. എന്നിട്ട് നമുക്ക് ഈ ക്രീമിനെ ഒരു 2 മിനിറ്റ്സ് കണ്ടിന്യൂസ് ബീറ്റ് ചെയ്യണം. നല്ല ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. ഹൈ സ്പീഡിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 3-ലൊക്കെ ഇട്ട് ബീറ്റ് ചെയ്യുക, 5-ലോട്ട് പോകണ്ട. കണ്ടോ, ഇതിപ്പോ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാന്ന് വെച്ചാൽ ഇത് ഭയങ്കര തിക്കായിരിക്കും. അപ്പം നമ്മൾക്ക് പൈപ്പിംഗ് ബാഗിലൊക്കെ ഇട്ടിട്ട് നമ്മളത് വർക്ക് ചെയ്യുമ്പം ശരിക്കും നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊരു ഇത്തിരി കട്ടിയുണ്ട്. അപ്പം നമ്മൾ അതിനകത്തോട്ട് ഒരു സ്പൂൺ കണ്ടോ, ഒരു സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു സ്പൂണ് കേട്ടോ, എന്തുവായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഒരു കുറച്ച്, അതായത് ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ മതി വാനില എസൻസ്. ഞാൻ ഈ സ്പൂണിൽ തന്നെ എടുക്കുക. കണ്ടോ, കാരണം ഇത് 250 ഗ്രാം ബട്ടർ അല്ലേ ഉള്ളൂ, അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ടേസ്റ്റ് ആവും.
വാനിലയുടെ ഭയങ്കര ഒരു ഇതാ വരും. അപ്പം നമുക്കൊരു ഹാഫ് ടേബിൾ സ്പൂൺ മതി കേട്ടോ. ടേബിൾ സ്പൂണിൽ ഹാഫ് വാനില എസൻസും ചേർത്ത് കൊടുക്കുക. 250 ഗ്രാം ബട്ടറാണ് എടുക്കണമെങ്കിൽ. കാരണം നമ്മൾ വലിയ കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പം 500ഉം 750യും 1 കിലോ ഒക്കെ ബട്ടർ എടുക്കും. അപ്പം ഇതിപ്പം 250 ഉള്ളൂ. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ബട്ടർ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് ചെയ്യരുത്. ഒരു 3ലോ മാക്സിമം 4ലോ ഒക്കെ ഇടുക, 5ലൊക്കെ ഇട്ട് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എയർ ബബിൾസ് ഇതിൽ ട്രാപ്പ് ആവും. അപ്പോൾ പിന്നെ നമ്മൾ അതെടുത്ത് യൂസ് ചെയ്ത് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ എയർ ബബിൾസിന്റെ ഹോൾസ് ഒക്കെ വരും. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പം കുറച്ച് പതുക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. കണ്ടോ? അപ്പൊ കഴിഞ്ഞു. ഇതാ അപ്പൊ നമ്മുടെ അടിപൊളി ബട്ടർ ക്രീം റെഡി ആയിട്ടുണ്ട്. കണ്ട, നല്ല വൈറ്റ് ടെക്സ്ചറിലിരിക്കണേ. കണ്ട, ഇനി ഇത് വെച്ച് ഞാൻ നിങ്ങളെ, നല്ല രസമില്ലേ കാണാൻ? നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ച് ഞാൻ പൈപ്പിംഗ് ചെയ്യണേ എങ്ങനെയാണ് നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നമുക്കൊരു പൈപ്പിംഗ് ബാഗ് എടുക്കാം. കണ്ടോ? പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിന്റെ ടിപ്പ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. നോക്കണം കേട്ടോ, നിങ്ങളുടെ നോസിൽ ഏത് സൈസാന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പം എനിക്കറിയാം എൻ്റെ, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു. കണ്ടോ? ടിപ്പ് നമ്മൾ കട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ കണക്ടർ ഇതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു. കണ്ടോ? ഇപ്പൊ അതിന്റെ എൻഡിലോട്ട് വന്നു കണക്ടർ. അപ്പൊ നമുക്ക് ഇത് റോസ് പെറ്റൽ ഉണ്ടാക്കുന്നതാണ്. അതെടുത്ത് ഇതിന്റെ ഇവിടെ വെച്ചു. അത് നമ്മൾ കണക്ട് ചെയ്യുക. ഇനി ഇതിനകത്തോട്ട് പൈപ്പിംഗ് ബാഗിൽ നമ്മൾ എടുത്തു വെക്കുവാണ്. ഇതിങ്ങനെ നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ മറച്ചു വെക്കണം, ഈസി ആയിട്ട്. ഇത് കണ്ടോ? ഇത് കുഞ്ഞൊരു പോർഷൻ അടിയിലത്തെ ഭാഗം ഇങ്ങനെ കൈ പിടിച്ചിട്ട് ബാക്കി ഇങ്ങനെ തിരിച്ച് മടക്കി വെക്കണം കയ്യിലോട്ട്. എന്നിട്ട് നമുക്ക് ഈ ക്രീം ഇങ്ങനെ, ക്രീം എടുത്തു, എന്നിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിങ്ങനെ തിരിച്ച് മടക്കിയെടുക്കണം. തിരിച്ച് മടക്കിയെടുത്തിട്ട് ഇങ്ങനെ താഴോട്ടാക്കി കണ്ടോ? ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരും. അപ്പം ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തന്നിട്ട്, ഈ മോൾ ഭാഗം നമുക്ക് വേണേൽ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിരിച്ച് നമ്മൾ ഫിംഗർ കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചാൽ മതി. എന്നിട്ട് ഈ ബാക്കി ഭാഗം ഇങ്ങനെ പിടിക്കുക. അപ്പം ഇനി നമുക്കൊരു റോസ് ഉണ്ടാക്കാനാണ് ഞാൻ നോക്കണേ. അതെ, ഇതിങ്ങനെ ഒരു സാധനത്തിൽ ഇനി ഈ ബട്ടർ ക്രീം വെച്ചിട്ട് എങ്ങനെയാ റോസ് ഉണ്ടാക്കണേന്ന് നോക്കിയാൽ നിങ്ങൾ. എന്താ അപ്പം അതിൻ്റെ ഒരു മുട്ട പോലെ വന്ന് കണ്ടോ? 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 അപ്പൊ ഞാനത് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു നോസിലെടുത്തു. കണ്ടോ? അത് വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചു. കണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഡിസൈൻ ഉണ്ടാക്കാതില്ല. നീ ഇവിടെ വേണം ഇങ്ങനെ ആക്കാം. കണ്ടോ? സ്റ്റാർ വരും. അങ്ങനെ സ്റ്റാർ ജസ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ അതേ സ്റ്റാർ ആയിട്ട് വരും. കണ്ടോ? ഇവിടെയൊക്കെ അങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. കണ്ടോ? എന്ത് ഡിസൈൻ വേണേലും നിങ്ങൾക്ക് ഉണ്ടാക്കാമായിരുന്നു. നിങ്ങൾക്ക് ബട്ടർ ക്രീം വെച്ചിട്ട് കപ്പ് കേക്കിനൊക്കെ ഡിസൈൻ ചെയ്യാൻ. കണ്ടോ? ഇത് നല്ലൊരു ലീഫിന്റെ ഷേപ്പാണ്. കണ്ടോ? നമ്മൾ ലീഫ് ഉണ്ടാക്കാം ഇതില്. കണ്ടോ? ഓക്കെ, കണ്ടോ? കണ്ടോ? ഇത് നല്ല ഗ്രീൻ കളറൊക്കെ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ബട്ടർ ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1 വീക്ക് വെക്കാൻ പറ്റും. 1 വീക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഇത് നിങ്ങളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ ഒരു 6 months വരെ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്സ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ബൈ.